സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വിസി നിയമനത്തിലെ സമവായം രേഖാമൂലം സുപ്രീംകോടതിയെ അറിയിച്ച് ചാൻസലറായ ഗവർണർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. വൈസ് ചാൻസലറായി സിസാത്ത് തോമസിനെയും സജി ഗോപിനാഥിനെയും നിയമിച്ച ഉത്തരവും കൈമാറി. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, കൂടുതൽ വിവരങ്ങൾ പറയും. നാളെ ഈ വിഷയം സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് രേഖാമൂലം ഇപ്പോൾ ചാൻസലറായിട്ടുള്ള ഗവർണർ ഈ വിവരം സുപ്രീംകോടതിയെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ സുപ്രീംകോടതി ഈ വിഷയത്തിൽ നിർദ്ദേശിച്ചത് ജസ്റ്റിസ് ദൂലിയുടെ കമ്മിറ്റിയോട് 2 സർവകലാശാലകളിലേക്കുമായി ഓരോ പേരുകൾ നൽകാനും അത് സുപ്രീംകോടതി ആ പേരുകൾ 2 സർവകലാശാല വിസിമാരായി നിയമിക്കുമെന്ന തരത്തിലായിരുന്നു കോടതിയുടെ തീരുമാനം. അതിനുശേഷമാണ് ഒരു സമവായത്തിലേക്ക് എത്തിയത്. എന്നാൽ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ തവണ അറിയിച്ചത് സിസാത്ത് തോമസിന്റെ നിയമനത്തെ ശക്തമായി എതിർക്കുന്ന ഒരു സമീപനമാണ് കോടതിയിൽ ഉണ്ടായത്. പക്ഷെ അതിന് വിപരീതമായിട്ട് ഒരു ഫലമാണ് ഈ സമവായത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സിസാത്ത് തോമസിനെയും സജി ഗോപിനാഥിനെയും നിയമിച്ച ആ ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് കൈമാറിയിരിക്കുന്നത്. അതായത് സർക്കാരും ഗവർണറും തമ്മിലുണ്ടായ ആ സമവായം കൂടി അതിപ്പോൾ കോടതി അറിയിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.